സമീപകാലത്തായിട്ടാണ് ഈ കവികൾ അല്ലെങ്കിൽ എഴുത്തുകാർ സ്പെഷ്യലിസ്റ്റുകളായത്. കണ്ണിൻ്റെ ഡോക്ടർ അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ ഡോക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ആയി തുടങ്ങിയത് ഈ സമീപകാലത്താണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ ശാഖകളിലും ഒരുപോലെ ഉള്ള ഒരു കൃതഹസ്തത എന്ന് പറയുന്നത് നമ്മുടെ പഴയ എഴുത്തുകാർക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു പക്ഷേ ഈ സ്പെഷ്യലിസ്റ്റുകളാകാൻ ഈ മാധ്യമരംഗത്തെ ചില സമ്മർദ്ദങ്ങളൊക്കെ അതിന് ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരാൾ ഒരു കാര്യത്തിൽ അങ്ങോട്ട് ഏർപ്പെട്ട് അതിലങ്ങോട്ട് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ അത്തരത്തിലുള്ള എഴുത്തുകൾ മാത്രം മതി എന്നുള്ളതാണ്. ഗോപി ഇനി ലേഖനം മാത്രമേ എഴുതാവൂ എന്നുള്ള രൂപത്തിലേക്ക് ഗോപിയുടെ ഒരു പുസ്തകം വിജയിച്ചു കഴിഞ്ഞാൽ ഗോപികൃഷ്ണൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതുന്ന ഒരാളാണ് എന്നങ്ങോട്ട് ബ്രാൻഡ് ചെയ്യും. പിന്നെ അതൊരു തരം കുടുക്കാണത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ടി പി രാജീവൻ. നേരത്തെ പറഞ്ഞതുപോലെ ടി പി രാജീവൻ ഇതുപോലെ യുദ്ധം ചെയ്ത് നിന്നിട്ടുള്ളതാണ് സർഗാത്മക രംഗത്ത് പല നിലയിലും. അപ്പോൾ ആ നോവൽ വളരെ സ്വീകരിക്കപ്പെടുകയും അത് ചലച്ചിത്രമാവുകയൊക്കെ ചെയ്തു. അതുപോലെ ഇപ്പം മനോജ് കുറൂർ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നൊരു സ്വകാര്യം പറഞ്ഞ 4 ചാപ്റ്റർ നോവൽ ഞാനും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പല എഴുത്തുകാരും ബാലസാഹിത്യത്തെ പിന്നെ അതെന്തോ മോശപ്പെട്ടൊരു കാര്യമാണെന്നും അത് ചില പ്രൊഫഷണലായിട്ടുള്ള മോശപ്പെട്ട എഴുത്തുകാർക്ക് വിട്ടുകൊടുത്തു ആ മേഖലയെ, പ്രത്യേകിച്ച് കവിതയെ, ബാലസാഹിത്യത്തിൽ. അങ്ങനെയും കൂടെ നമുക്ക് ആലോചിക്കാം. വെറുതെ ഈ അക്ഷര പൊട്ടലുകൾ മാത്രം എടുത്തുകൊണ്ടുള്ള പ്രാസം ഭംഗി മാത്രം വെച്ചുള്ള ചില അങ്ങനെ ആയിപ്പോയി. മത്സ്യത്തിന് ജലം എങ്ങനെയാണോ അതുപോലെയാണ് ഈ കവിതയ്ക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിന് ഭാഷ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഇന്നത്തെ ഒരു മാധ്യമ വലയത്തിൽ, അതായത് ഈ ഇൻ്റർ ഡിസിപ്ലിനറി പല മാധ്യമങ്ങൾ കൂടിക്കലർന്നും ആ കലർപ്പാണ് ഇന്ന് കൂടുതലായിട്ട് വരുന്നുണ്ട്. ചിത്രങ്ങളും അതും ഇതൊക്കെ വന്ന് ഇതിൻ്റെ ഇടയിൽ ഈ ഭാഷ എന്ന് പറയുന്ന അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ സൂക്ഷ്മതകൾ ഇപ്പോൾ പലപ്പോഴും ഇല്ലാതായി പോകുന്നൊരു കാലഘട്ടത്തിലാണ്.